ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി തമിഴ്നാട് സ്റ്റൈലിലുള്ള പ്രോൺ റൈസ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ പ്രോൺ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസ് ആവശ്യം നോക്കാം. ഫസ്റ്റ് തന്നെ 2 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത്, 1 വലിയ തക്കാളി അല്ലെങ്കിൽ 2 ചെറിയ തക്കാളി, 1 പിടി വെച്ചിട്ട് മല്ലിയിലയും പുതിനയിലയും, 3 പച്ചമുളക്. പിന്നെ എടുത്തേക്കുന്നത് പ്രോൺസ് അത്യാവശ്യം വലിപ്പമുള്ള 250 ഗ്രാം, കഴുകി വൃത്തിയാക്കിയ ശേഷം 250 ഗ്രാം ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് താഴത്തെയും മേലത്തെയും വെയിൻസ് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് വൃത്തിയാക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ വയറിന് പ്രോബ്ലംസൊക്കെ ഉണ്ടാവും കുട്ടികൾക്ക്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് മാറ്റാം. അതിന് ശേഷം ഞാൻ കുറച്ച് ഡ്രൈ മസാലാസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ഏലക്ക, 2 വഴനയിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് അരി കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് കൈമ അരി അല്ലെങ്കിൽ ജീരകശാല അരി എന്നും പറയും. അപ്പോൾ അതൊരു 2.5 കപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ വെക്കണം. ഇതിന് പകരം ബസ്മതി റൈസ് ആയാലും യൂസ് ചെയ്യാം, പക്ഷേ അതൊരു 10 മിനിറ്റ് മാക്സിമം വെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ മതി. കൈമാരി വെള്ളം ഒഴിച്ച് വെക്കണം അത്ര ടൈം ബസ്മതി റൈസ് വെക്കണ്ട. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 ടേബിൾ സ്പൂൺ തൈരും പിന്നെ ഡ്രൈ മസാലാസ് പൊടിച്ചതും ഞാൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഒരു വലിയ പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് ചൂടാക്കാം. ഇനി ലാസ്റ്റ് അരിയൊക്കെ തിളയ്ക്കുമ്പോഴും ഞാൻ 1 ടീസ്പൂൺ നെയ്യ് അപ്പോൾ ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ച ഡ്രൈ മസാലാസ് ഇട്ട് കൊടുക്കാം. മസാല നന്നായിട്ട് മൂത്ത് വരുന്ന ശേഷം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. നമ്മൾ നീളത്തിൽ മുമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ സവാള ആദ്യം ചേർത്ത് കൊടുക്കും. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും. ഉപ്പ് ഇട്ട് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ അതിലത്തെ വെള്ളം പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് അത് അധികം സമയം എടുക്കില്ല വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാള അത്യാവശ്യം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്തിട്ട് അത് ചേർത്തിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുറച്ചും കൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് മുമ്പ് പറഞ്ഞ പോലെ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പുളി ഇല്ലാത്ത തൈര് തന്നെ വേണം, അത് ഒന്ന് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഈ റൈസിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത പച്ചമുളകൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മുറിച്ച് വെച്ച തക്കാളിയും കൂടിയും ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ലഞ്ചിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഈസി റെസിപ്പിയാണ്. വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. സൈഡായിട്ട് വല്ല തൈരോ സാലഡൊക്കെ മതിയാവും. പിന്നെ നല്ല ടേസ്റ്റി വേണം. അപ്പോൾ ഒരു അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് വേവിച്ച ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഡ്രൈ മസാലാസൊക്കെ ഇട്ട് കൊടുക്കാം, പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ചേർത്തത് 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ചേർത്തത് 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇതിന് അത്യാവശ്യം എരിവുണ്ട്. എരിവ് കുറവ് മതിയെങ്കിൽ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്താൽ മതി. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തു. പിന്നെ ഒരു 2 നുള്ള് ജീരകത്തിൻ്റെ പൊടി, ജീരകം വറുത്ത് പൊടിച്ചത്. അപ്പോൾ എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇട്ട പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടവും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ച പുളിയില്ലാത്ത തൈര് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഇതൊരു 2 മിനിറ്റ് ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. സവാള വഴറ്റുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവ് പോലെ. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഇത് ഞാൻ ചെമ്മീന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ. റൈസ് വേവിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഇട്ട് കൊടുക്കും. അപ്പോൾ ചെമ്മീനും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന്
മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീൻ അധികം നേരം വേവിക്കണ്ട, കാരണം റൈസിലും കിടന്ന് വേവേണ്ടതാണ്. അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിന് ശേഷം ഒന്ന് തുറന്നിട്ട് നമുക്ക് ബാക്കി ഐറ്റംസും കൂടിയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു പിടി പുതിനയിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ചെറുതായിട്ട് നുറുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് ഇളക്കിയ ശേഷം ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1/2 മണിക്കൂർ മുമ്പ് ഞാൻ കുതിർത്ത് വെച്ചിരുന്നു അരി. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് ഫുൾ ഡ്രെയിൻ ചെയ്ത് ശേഷം ഈ പ്രോൺസിൻ്റെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. റൈസ് ഈ ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വരണം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനെടുത്തത് 2.5 കപ്പ് റൈസായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡബിള് വെള്ളം വേണം. 2.5 കപ്പിന് 5 കപ്പ് വെള്ളം. അപ്പോൾ റൈസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി റൈസ് എടുത്ത അതേ കപ്പിൽ 5 കപ്പ് വെള്ളം അളന്നെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ പ്രോൺസിന് പകരം നിങ്ങൾക്ക് ചിക്കനായാലും യൂസ് ചെയ്യാം. പ്രോൺസ് ഇഷ്ടമില്ലാത്തവർക്ക് ചിക്കൻ ഇടാം. 1/2 കിലോ ചിക്കൻ എടുക്കാം. എന്നിട്ട് എന്താ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി നമ്മൾ ഡ്രൈ മസാലാസൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൽ അത് മാത്രമേ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ ചിക്കനിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഇങ്ങനത്തെ റൈസ് അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ ഉപ്പ് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച ശേഷം ആ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പ് മേലെ നിൽക്കണം. ഉപ്പ് മേലെ നിന്നാലാണ് റൈസ് വെന്ത് വരുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് റൈസിലേക്ക് ഉപ്പ് പിടിക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എല്ലായിടവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 5 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തു. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യ് എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുത്തു മേലെ. എന്നിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു 20 മിനിറ്റ് അടച്ചു വെച്ചിട്ട് റൈസ് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് അടിയൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ റൈസൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് അടി പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് സെർവ് ചെയ്യണതിന് മുമ്പ് ഇതുപോലെ അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ തമിഴ്നാട് സ്റ്റൈല് പ്രോൺസ് റൈസ് റെഡി ആയിട്ടുണ്ട്. പ്രോൺസ് റൈസെന്നോ പ്രോൺസ് ബിരിയാണിന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രോൺസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ചിക്കനിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്